ആശാ വർക്കർ എന്നറിയപ്പെടുന്ന അക്രഡിറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾക്ക് 3 മാസത്തെ ഓണറേറിയം നൽകാൻ ആവശ്യമായ തുക അനുവദിച്ച് സർക്കാർ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറേറിയമായി നൽകേണ്ട തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പ്രതിമാസം 7000 രൂപ വീതം 26,125 ആശാ വർക്കർമാർക്കാണ് ഓണറേറിയം ലഭിക്കുന്നത്. ഇതിനായി 54,86,25,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2005-ൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ ആശാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിലവിൽ 26,000-ന് മുകളിലാണ് ആശാ വർക്കർമാരുള്ളത്. ഇവർക്ക് 500 രൂപയായിരുന്നു തുടക്കത്തിൽ ഓണറേറിയം നൽകിക്കൊണ്ടിരുന്നത്. 2016-ൽ 1000 രൂപയായി. LDF സർക്കാരാണ് 1000-ൽ നിന്ന് 7000 രൂപയിലേക്ക് മാറ്റിയത്. ഈ തുക സംസ്ഥാനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശമാർക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് കേരളത്തിലാണ് എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓണറേറിയത്തിന് പുറമെയുള്ള ഇൻസെന്റീവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. ഇതിലാണ് കേന്ദ്രം നൽകേണ്ട 100 കോടി കുടിശ്ശികയായി കിടക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി സംസ്ഥാനം ഇതും കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് തന്നെ. കൃത്യമായി ജോലി ചെയ്യുകയാണെങ്കിൽ ഇൻസെന്റീവ് ഉൾപ്പെടെ കേരളത്തിലെ ആശയ്ക്ക് പ്രതിമാസം 13,200 രൂപ വരെ ലഭിക്കുന്നതാണ്. കേന്ദ്ര വിഹിതം മുടങ്ങിയിട്ടും സംസ്ഥാന സർക്കാർ വേതനം നൽകുന്നുമുണ്ട്. ഈ വസ്തുതകൾ വ്യക്തമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ആശാ വർക്കർമാരുടെ വേതനം സമീപകാലത്തൊന്നും തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടേത്. ലോക്സഭയിൽ സമാജ്വാദി പാർട്ടി അംഗം ധർമ്മേന്ദ്ര യാദവിന്റെ ചോദ്യത്തിനുള്ള ഒരു മറുപടിയിലാണ് JP നദ്ദ മുൻ നിലപാട് തന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അങ്കണവാടി വർക്കർമാരെയും ഹെൽപ്പേഴ്സിനെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ജീവൻ ഭീമ യോജനയിലും അംഗങ്ങളാക്കിയിട്ടുണ്ട്. ഇതിലൂടെ അവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. അവർക്കുള്ള സ്റ്റൈപ്പൻഡുകളിൽ NHM മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് കാലാകാലങ്ങളിൽ വർധനവ് വരുത്തിയിട്ടുമുണ്ട്. ഈ നടപടി ഭാവിയിലും തുടരുന്നതായിരിക്കുമെന്നാണ് അന്ന് JP നദ്ദ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ പരിഗണനയിലുണ്ട് എന്ന് JP നദ്ദ രാജ്യസഭയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ആശാ വർക്കർമാരുടെ വേതനം ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതായി കേരളത്തിലെ ചില മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷം വേതനം അടുത്ത കാലത്ത് ഒന്നും വർദ്ധിപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആരോഗ്യമന്ത്രി പാർലമെന്റിൽ സ്വീകരിച്ചു വരുന്നത്.